ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു എക്സ്പെരിമെൻ്റ് കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബൗളിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ തെർമോക്കോൾ പൊട്ടിച്ചിട്ട് ഇടാൻ പോവാണ്. അപ്പോൾ എത്രത്തോളം ഇതിൽ ഫില്ലാവുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളൊന്ന് എക്സ്പെക്റ്റ് ചെയ്ത് നോക്കി നോക്കാം. ഇതിലിപ്പോൾ പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ മാക്സിമം എനിക്ക് തോന്നുന്നു ഒരൊറ്റ ലെയർ അല്ലെങ്കിൽ 2 ലെയർ മാക്സിമം പോയി, അത്രേ ഉള്ളൂ. ഇത് നമ്മളടുത്തൊരു 5 ലെയർ ഉണ്ട് കേട്ടോ. ഈ 5 ലെയർ നമ്മൾ ഇതിലേക്ക് ഫില്ലാക്കാൻ പോവുകയാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നേരെ വീട്ടിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ കാഴ്ച നമ്മൾ ഒരു ലെയർ എടുത്തു. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മളിലേക്ക് പൊട്ടിച്ചിടാൻ പോവാണ്. മാക്സിമം നമുക്കിതിൽ പൊള്ളിക്കണം. എനിക്ക് തോന്നണത് ഈ ഒന്നെന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലാവില്ല എന്നാണ് അല്ലേ. നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോ. അപ്പോൾ എങ്ങനെ പൊട്ടിച്ച് നോക്കിയാലും ഇതിൻ്റെ പകുതി പോലും ആവുമെന്ന് തോന്നില്ല. ഈ എപ്പോഴത്തെ നടക്കുന്നത് ഒരു ചെറിയ കഷ്ണം മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. കണ്ടോ, മാക്സിമം ഇതിൽ എങ്ങനെ കുത്തി നിറച്ചാലും ഇനി കുറച്ചും കൂടിയും പോവായിരിക്കും. എങ്ങനെ പോയാലും ഈ 5 എന്തായാലും കൊള്ളില്ല. പോട്ടെ, ഈ ഒന്നുപോലും ഇതിൽ കൊള്ളില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ കൊള്ളിക്കാം അല്ലേ, ഇതെങ്ങനെ കൊള്ളിക്കാം നമുക്ക് ഒരു സൂത്രപ്പണി ഉണ്ട്, ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് നോക്കിക്കോളൂ കേട്ടോ. ഇത് പെട്രോളാണ് കേട്ടോ, പെട്രോള്. അപ്പോൾ ഒരു കാര്യമായെന്ന് തന്നെ പറയാനുണ്ട്. ഈ വക എക്സ്പെരിമെൻറ്റ്, പെട്രോൾ വെച്ചിട്ടുള്ള എക്സ്പെരിമെൻറ്റ് ചെറിയ കുട്ടികളാരും ട്രൈ ചെയ്യരുത്, അനുകരിക്കാൻ നോക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയൊരു സ്പാർക്ക് ഉണ്ടായാൽ മതി, വലിയൊരു എന്താ പറയുക അപകടം തന്നെ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം ഇത് കണ്ടിട്ട് എൻജോയ് ചെയ്യുക അല്ലേ, എല്ലാവരും എൻജോയ് ചെയ്യുക. നോക്കിക്കോളൂ കേട്ടോ. ഈ ബോട്ടിൽ ഞാനിങ്ങനെ ഓപ്പൺ ചെയ്യാണ്. എന്താ സംഭവിക്കുന്നത് നോക്ക്. യെസ്, എവിടെ പോയി ഇതവിടെ തെർമോക്കോൾ. അല്ലേ, കാണുന്നില്ല സാധനം. നോക്കുക. ഇനി നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം. നോക്കാം. അപ്പോൾ കാഴ്ച നമ്മൾ ഇനി പൊട്ടിച്ചിട്ട് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ പൊട്ടിച്ചിട്ട് കളിക്കുമ്പോൾ ഉള്ളിലേക്ക് ഇടാൻ പോവാണ്. നോക്കുക. ഇടുന്നത് കാണാൻ തന്നെ ഇല്ല. നോക്കുക. ഈ ഒരു വീഡിയോ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു വീഡിയോ. ഇത് നമ്മൾ കുറച്ച് വലുതായിട്ട് ചെയ്യാം എന്ന് കരുതി. അത് കാരണമാണ് ഇങ്ങനത്തെ എക്സ്പീരിയൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ കാരണം. ഓക്കെ, പൊട്ടിച്ചറിൽ ചെറിയൊരു പണിയാണ്. അപ്പോൾ ഗായ്സ് നോക്കിക്കോളൂ. ഇതിൻ്റെ അടിയിലൊരു വെള്ള സംഭവം ഊർന്നത് കണ്ടോ. ഇതിൻ്റെ പശയുണ്ടോ, പശ. ഞാൻ നിങ്ങൾക്ക് അത് ലാസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ ഇടുന്തോറും അങ്ങോട്ട് അലിഞ്ഞു പോവാണ്. പതലുണ്ട് ഗൈസ്. യെസ്, ഐ ഒരു ബിൽഡിങ് നിലംപൊത്തണ പോലെ ഉണ്ട്. യെസ്, ഒരു ചടങ്ങായിട്ട് ഗൈസ്. നമ്മുടെ ഇനി ഒന്നുപോലും കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഗൈസ് ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, നമ്മുടെ ചെറിയ കുട്ടികളാരും ഇത് ട്രൈ ചെയ്യാൻ നോക്കരുത്. വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. പെട്രോളാണ്. അപ്പോൾ ഞങ്ങളിവിടെ ചെയ്യുന്നത് 4 പുറം നോക്കിയാലും ഫുള്ള് പാടാണ്. തീ പിടിക്കാൻ യാതൊരു സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം. നമ്മളിപ്പോൾ ഏകദേശം രണ്ട് തെർമോക്കോൾ നമ്മൾ കഴിയാനായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് തെർമോക്കോളാണ് ആണോ ഈ അടിയിൽ കിടക്കണ പശയായിട്ട് മാറണത്. നോക്കുക. ഇപ്പോൾ ഗൈസ് നമ്മുടെ അവസാനത്തെ ഷീറ്റാണ്. അവസാനത്തെ ഷീറ്റും ഞാൻ നോക്കിക്കോളൂ. ഉണ്ടോ. യെസ്, 5 ഷീറ്റും നമ്മൾ ഇതേപോലെ പെട്രോൾ ഇങ്ങനെ മുക്കി. അതിൻ്റെ ഉള്ളിലെല്ലാം പശ നോക്കുക ഗൈസ്. നേരെ നോക്കി നോക്കാം. എന്താ പശ. അടുത്തത്
അപ്പോൾ പശ തിക്കായിട്ട് ഇങ്ങനെ മാറുന്നുണ്ട് കേട്ടോ. പശ നല്ല തിക്കുണ്ട്, നോക്കി നോക്കുക. എന്താ പെട്രോളിൻ്റെ അളവ് നമ്മൾ കുറച്ചപ്പോണ്ടല്ലോ, പക്ഷെ നല്ലോണം തിക്കായി. നല്ല തിക്കുള്ള പശയായിട്ടുണ്ട്. നോക്കുക. നല്ല തിക്കാവും തോറും ഇത് ഇറങ്ങിപ്പോണതിൻ്റെ മറ്റേ ആ ടമ്പറുണ്ടല്ലോ അത് കൂടുണ്ട്. അപ്പോൾ നല്ല ഫോഴ്സിൽ ഇത് തള്ളി കൊടുക്കണം. മറ്റേത് വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഇങ്ങനെ പോയിക്കോളൂ വരും. ഇതിപ്പോൾ അങ്ങനെയില്ല, നല്ല തള്ളി കൊടുക്കണം. നോക്കി നോക്കുക. യെസ്, പശ നോക്കുക. വേണ്ട അങ്ങോട്ട് ഞാൻ ചെറുതാ. ഒരു മിനിറ്റ്. കൊള്ളാം. അങ്ങനെ നമ്മൾ 5 ഷീറ്റും നമ്മൾ ഈ ബോട്ടിൽ കൊള്ളിച്ചിരിക്കുകയാണ്. നോക്കുക, ഇത്രത്തോളം പശ ഉണ്ട്. ഞാൻ ഈ പശയുടെ പവർന്ന് കാണിച്ചു തരാം കേട്ടോ. നോക്കുക, നമ്മൾ വളരെ കുറച്ചെടുത്ത് എടുക്കുന്നുള്ളൂ. ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് കുറച്ച് നേരം പിടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ കാശ് നോക്കുക. യെസ്, ആണ് പശ കണ്ട. കൊള്ളാം. അത് പഞ്ഞി പോലെ ഉണ്ടല്ലോ. വാ, അടിപൊളിയുണ്ട്. അതാ ടൈറ്റ് ഓടിയിട്ടോ. കുറച്ച് നേരം പിടിച്ചു കൊട്ടെ. ആഹാ, നല്ല ടമ്പർ ഇട്ടോ. നോക്കുക, പോലെ റബ്ബർ പാല് പോലെ. നല്ല ഹാർഡായിട്ടുള്ള പശ തന്നെയാണ് എന്തായാലും. കൊള്ളാം. അപ്പോൾ ഗൈസ്, ഇതൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. കയ്യൊക്കെ ആകെ സീനായിട്ടോ, പശ കയ്യിലായതുകൊണ്ടേ കണ്ടില്ലേ. വീട്ടിൽ പോയിട്ട് കുറച്ച് മണ്ണെണ്ണയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ക്ലിയർ ആക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതിനേക്കായി അടിപൊളിയായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ബൈ.